നമ്മുടെ സാഹിത്യത്തിൽ പലപ്പോഴും ഈ ഗന്ധർവ സങ്കല്പം വളരെ കാൽപ്പനികമായ അന്തരീക്ഷത്തിൽ വരാറുണ്ട്. യഥാർത്ഥത്തിലുള്ള ഗന്ധർവ സങ്കല്പം എന്താണ്? ഗന്ധർവനെ കുറിച്ചുള്ള നമ്മുടെ ഒരു അതായത് സ്വർഗത്തിലെ ഗായകന്മാരാണ് അവരെ കുറിച്ചുള്ള സങ്കല്പം. സ്വർഗത്തിലെ ഗായകന്മാരാണ്. അതായത് ദേവസദസ്സിൽ ഗാനമാലപിച്ച് ദേവന്മാരെ സംഗീതത്തിൻ്റെ മാസ്മരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ആകർഷിച്ച് ഏതാണ്ട് തപസ്സിന് തുല്യമായ അനുഭൂതി ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ അതാണ് അഭൗമ സംഗീതമാണ്. ഈ അഭൗമ സംഗീതത്തിൻ്റെ പ്രയോക്താക്കൾ എന്ന നിലയിലാണ് ഗന്ധർവ സങ്കല്പം. ഈ ഗന്ധർവന്മാർ ഭൂമിയിലേക്ക് വരുമെന്നും അങ്ങനെ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യ സ്ത്രീകളുമായി സമ്പർക്കം പുലർത്തും എന്നുള്ളതിനൊക്കെ പുരാണങ്ങളിൽ നമുക്ക് വേണ്ടത്ര തെളിവുകളൊന്നുമില്ല. അതൊക്കെ ഈ ഐതിഹ്യങ്ങൾ പിന്നീട് പ്രചരിച്ച് ഐതിഹ്യങ്ങളായിട്ട് പല കഥകളും ജനങ്ങൾക്കിടയിൽ പ്രചരിച്ച് ജനങ്ങൾക്കിടയിലെ കഥാകാരന്മാർ, പേര് അറിയപ്പെടാത്ത കഥാകാരന്മാർ പലതരത്തിലുള്ള ഭാവനകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ഗന്ധർവന്മാർ മാത്രമല്ല, ഏത് ദേവനും വന്ന് മനുഷ്യ സ്ത്രീയെ വിവാഹം കഴിക്കും. ഇപ്പോൾ ദമയന്തിയെ വിവാഹം കഴിക്കാൻ വന്നത് ഗന്ധർവന്മാരൊന്നുമല്ലല്ലോ, ശരിക്കുള്ള ദേവന്മാർ തന്നെയാണ്. അപ്പോൾ അല്ലാണ്ട് ഗന്ധർവന്മാർ മാത്രമല്ല വന്ന് മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത്. ദേവന്മാർ, ദേവേന്ദ്രനാണ് വിവാഹം കഴിക്കാൻ. ദേവേന്ദ്രനും വന്യയും ഇങ്ങനെ 4 പേരാണ് അവിടെ നിന്ന് വിവാഹം കഴിക്കാൻ വന്നത്. വരുണൻ, ഇവരൊക്കെയാണ് വിവാഹം കഴിക്കാൻ വന്നത് ദമയന്തിയെ. എന്നിട്ട് നളനെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗന്ധർവന്മാർ വന്ന് മനുഷ്യ സ്ത്രീകളെ ലൈംഗികമായി ദുഷിപ്പിക്കും എന്ന് പറയുന്നതിൽ കാര്യമല്ല. ദേവന്മാർ എല്ലാവരും വന്ന് മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതായ അനേകം കഥകൾ നമുക്ക് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിൽ തന്നെയുമുണ്ട്. ഇപ്പോൾ കുന്തിയുടെ കാര്യത്തിൽ തന്നെ ദേവന്മാരുടെ മക്കളാണ് ഇവരൊക്കെ. അവരൊന്നും ഗന്ധർവന്മാരല്ല. പത്മരാജൻ്റെ ഒരു സിനിമ തന്നെ ആ സിനിമയ്ക്ക് പത്മരാജൻ്റെ ഭാവന എന്നതിൽ കവിഞ്ഞ് അതിനർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ഭാവന, പത്മരാജൻ ഭാവനയുള്ള ആളായിരുന്നതുകൊണ്ട് നല്ല ഭാവനയാണത്, കണ്ടുകൊണ്ടിരിക്കാൻ രസമാണെന്നുള്ളതല്ലാതെ അതൊന്നും പുരാണങ്ങളിൽ സാധൂകരിക്കപ്പെട്ടിട്ടുള്ള വസ്തുതകളല്ല. ഗന്ധർവനെ പൂജിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അതിപ്പോൾ പുല്ലിനവരെ പൂജിക്കാമല്ലോ. ആലിനെ പൂജിക്കുന്നു, മരത്തെ പൂജിക്കുന്നു, പക്ഷികളെ പൂജിക്കുന്നു, കല്ലിനെ പൂജിക്കുന്നു. ഗന്ധർവനെ പൂജിക്കാം. വിദ്യാധരന്മാരെ പൂജിക്കുന്നവരുണ്ട്, അപ്സരസുകളെ പൂജിക്കുന്നവരുണ്ട്, സിദ്ധന്മാരെ പൂജിക്കുന്നവരുണ്ട്, സാധ്യന്മാരെ പൂജിക്കുന്നവരുണ്ട്. ഉരകന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ദേവവർഗമുണ്ട്. നാഗത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. ഉരകന്മാരെന്ന് പറഞ്ഞിട്ടുള്ള സ്വർഗത്തിലെ ദേവന്മാരുണ്ട്. അവരെ പൂജിക്കാം. വ്യക്തിയെ തന്നെ പൂജിക്കാം. അതിനൊന്നും വിരോധമില്ല. അത് ദേവനായതുകൊണ്ട് പൂജിക്കുന്നില്ല. ആരെയും പൂജിക്കാം. ആരിലും നമുക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാം. എല്ലാവരിലും ഈശ്വര സർവഭൂതാനാം ഹൃദയേശർജുന തിഷ്ഠതി. എല്ലാ ഭൂതങ്ങളുടെയും അന്തർഭാഗത്ത് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ പ്രശ്നം തീർന്നല്ലേ? അതുകൊണ്ട് പൂജ ആരുമാകാം. പിന്നെ അതുകൊണ്ട് ഈ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള യോഗപരമായ പുരോഗതിയിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിനാണ് രാജയോഗം എന്ന് പറയുന്നത്. അത് ആരംഭിക്കുന്നത് ദേശബന്ധസ്യ ധാരണ. അപ്പം അതിനോട് ദേശം വേണം. മനസ്സിനെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നതിന് ഒരു ദേശം വേണം. ദേശം എന്ന് പറഞ്ഞാൽ വസ്തു എന്നാണ് അർത്ഥം. ദേശബന്ധശ്ചിത്തസ്യ ധാരണ. അപ്പോൾ മനസ്സ് മറ്റു പല വ്യാപാരങ്ങളിലേക്കും കടന്നു പോകാതെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുന്നതിന് ഏതെങ്കിലും ഒരു വസ്തുവിനെ, അത് ഇഷ്ടവസ്തുവാകാം, അത് അചരവസ്തുവാകാം, അത് നിർജീവ വസ്തുവാകാം, അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവിനെ ആകാം, രാജ്യത്തിന് വേണ്ടി സേവനമർപ്പിക്കുന്ന ഒരു ത്യാഗിയെ ആവാം, ഇഷ്ടദേവതയെ ആവാം, ത്രിമൂർത്തികളിൽ ആരെങ്കിലും ആവാം, ജഡവസ്തുവിനെയും ആകാം. ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് മനസ്സിൻ്റെ ശ്രദ്ധകളെയും ഇന്ദ്രിയങ്ങളെയും കേന്ദ്രീകരിച്ച് നിർത്തുന്നതിനൊരു വസ്തു വേണം. ആ വസ്തുവിൻ്റെ പേരാണ് ദേശം. ദേശബന്ധ. ദേശത്തിലേക്ക് സർവേന്ദ്രിയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും നയിക്കുന്ന മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നയിക്കുന്ന ബുദ്ധിയെയും കേന്ദ്രീകരിച്ച് ദൃഢമാക്കി നിർത്താൻ ഒരു ബാഹ്യവസ്തു വേണം. അതിൻ്റെ കാരികയാണ്, സൂത്രമാണ് ദേശബന്ധ ശ്ചിത്തസ്യ ധാരണ. അവിടെ ഉറപ്പിച്ച് നിർത്തുകയും നാം എല്ലാ ഓർമ്മകളും നമ്മിൽ നിന്ന് വിസ്മൃതമായി പോവുകയും ചെയ്യുന്ന അവസ്ഥയുടെ യോഗ ശാസ്ത്രത്തിലെ പേരാണ് ധാരണ. ധാരണ കഴിഞ്ഞാൽ പിന്നെ ധ്യാനമാണ്. ധ്യാനം കഴിഞ്ഞാൽ പിന്നെ സമാധിയാണ്. സമാധി കഴിഞ്ഞാൽ പിന്നെ സംയമമാണ്. അപ്പോൾ ഇങ്ങനൊരു വസ്തു വേണം. അത് പുല്ലായാലും മതി, തുളസിയാവാം, ഏത് വസ്തുവുമാകാം, ഏത് ദേവനുമാകാം. അപ്പോൾ ഗന്ധർവൻ വേണമെന്നില്ല. മറ്റേതെങ്കിലും ഈ 8 ഗണദേവതമാരിൽ നിന്ന് ഏതെങ്കിലും ദേവതയാവാം. ഇതൊന്നുമില്ലാതെ നിങ്ങൾക്കൊരു പുല്ലെടുത്ത് വെച്ചിട്ട് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഇതൊരു 3 ദിവസം കഴിയുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടും.
ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുകയില്ലെന്നുള്ളതൊക്കെ ശ്രമിക്കാതെ പറയുന്നതാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുക തന്നെ ചെയ്യും, അത് നിസ്സംശയമാണ്. 3 ദിവസം മതി. മനസ്സിൽ നിന്ന് എല്ലാ ചിന്തകളും ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത്, മനസ്സിൽ നിന്ന് ചിന്തകൾ ഈ അടരാൻ പോകുന്ന ഇത് കൊഴിഞ്ഞു വീഴാൻ പോകുന്ന പൂവിൻ്റെ ഇതളുകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ അത്ര അനായാസമായി മനസ്സിലെ ചിന്തകളെല്ലാം കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് നേരിട്ട് അനുഭവിക്കാം. അപ്പോൾ ഒരു വസ്തുവിനെ സംബന്ധിച്ച് അതിനു മുമ്പ് തോന്നാത്ത സത്യപരമായ തോന്നലുകൾ നമുക്കുണ്ടാകും. ഈ ധാരണ ഉറച്ചാൽ, ഈ ധാരണ എന്ന് പറയുന്ന പ്രത്യേക മാനസികാവസ്ഥ നമ്മുടെ ചിത്തത്തിൽ സംജാതമായാൽ ഒരു വസ്തുവിനെ നോക്കിയിട്ട് അതിനു മുമ്പ് തോന്നാതിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും. ആ വസ്തുവിൻ്റെ സത്യം നമുക്ക് തനിയെ പ്രതിഭാസിച്ചു വരും. ആ വസ്തുവിൻ്റെ സത്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കടന്നു ചെല്ലും. ആ വസ്തുവിനെക്കുറിച്ച് അതിനു മുമ്പ് നമുക്ക് പറയാൻ സാധിക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. വസ്തു സത്യസ്ഥിതി നമുക്ക് ബോധപ്പെടും. അതിൻ്റെ മറ്റൊരു വാക്ക് പറഞ്ഞാൽ, ശരിക്കുള്ള വാക്ക് പറഞ്ഞാൽ, നാം വസ്തുതന്ത്രജ്ഞാനിയായി മാറും. വസ്തുതന്ത്രം എന്നാണ് അതിൻ്റെ പേര്. ഒബ്ജക്റ്റീവ് നോളജ് നമുക്കുണ്ടാകുന്ന അർത്ഥം. അത് ഈ ധാരണയാണ്. ഈ ധാരണ ഉറച്ചു കഴിഞ്ഞാൽ അതിനൊരു ഏതെങ്കിലും ഒരു വസ്തു, നിങ്ങൾക്ക് വെറുതെ ഒരു ഫുട്ബോൾ എടുത്ത് വെച്ചിട്ട് മനസ്സിനെ ഫുട്ബോളിലേക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ നാം മറന്ന് ഇങ്ങനെ പോയി നമ്മുടെ അസ്തിത്വത്തിൽ തന്നെ നാം മറക്കുന്ന അവസ്ഥയിൽ ചിത്തം സമാധാന നിലയിലായി. ഈ യോഗ വ്യായാമം എന്ന പ്രയോഗമുണ്ടല്ലോ. യോഗ വ്യായാമം എന്ന് പറയുന്നത് യോഗത്തെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകൾ പറയുന്നതാണ്. അതൊക്കെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ സമ്മതിക്കുന്നു. യോഗം വ്യായാമമല്ല. ഒരു വ്യായാമവും ചലനവും ഇല്ലാത്ത പരിപൂർണ നിശ്ചല അവസ്ഥയുടെ പേരാണ് യോഗം. യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ്. കാരിക പറയാതെ ഒന്നും പറയാൻ നോക്കില്ല, അല്ലെങ്കിൽ ഞാൻ കാരിക പറയാതിരുന്നേനെ. യോഗ ചിത്തവൃത്തി നിരോധ. മനസ്സെപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും, എങ്ങോട്ടെങ്കിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുക എന്നത് മനസ്സിൻ്റെ ഒരു സവിശേഷതയാണ്. പാടില്ലാത്ത അവിഹിതമായ ഒരു സവിശേഷതയാണ്. അപ്പോൾ ഈ മനസ്സിൻ്റെ അവിഹിതമായ സവിശേഷതയെ തടഞ്ഞു നിർത്തുന്നതിനുള്ള വിദ്യയാണ് യോഗം.